നമസ്കാരം. എന്തുകൊണ്ടാണ് മോദി ഇഫക്റ്റ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മോദി എന്ന് പറയപ്പെടുന്ന വ്യക്തിയിലേക്ക് പലരും ആകൃഷ്ടരാകുന്നത്? ഇപ്പോൾ തന്നെ പ്രശസ്ത സിനിമാ സംവിധായകനും നടനുമായിട്ടുള്ള മേജർ രവി അടക്കമുള്ളവർ BJPയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. അതൊക്കെ ഈ അടുത്തിടെ നടന്ന ചില സംഭവവികാസങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് BJP ദേശീയ അധ്യക്ഷനായിട്ടുള്ള JP നദ്ദയിൽ നിന്നാണ് മേജർ രവി അംഗത്വം സ്വീകരിച്ചത്. ആ അംഗത്വം സ്വീകരിക്കുന്നതിന് ഇതിന് പിന്നാലെ മേജർ രവിയെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടൊക്കെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ, BJPയുടെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ 2024 മോദി സർക്കാർ അധികാരം തിരിച്ചു പിടിക്കും, നിലനിർത്തുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ മേജർ രവി. മേജർ രവി മാത്രമല്ല കേട്ടോ, ഇങ്ങനെ നിരവധി പേർ ഈ BJPയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അതിലൊരു വസ്തുത എന്ന് പറയപ്പെടുന്നത് നരേന്ദ്രമോദി ഫാക്ടറാണ്. നരേന്ദ്രജാലം എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. ഒരു മായാലോകത്തിലേക്ക് എത്തുന്നു. BJPക്കിനെ തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യവുമില്ല. സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുന്നതിലേക്കുള്ള ഈ യാത്ര തുടങ്ങുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള യാത്രകളിൽ ഒന്ന് കഴിഞ്ഞ ദിവസം കേരളത്തിൽ തൃശ്ശൂരിൽ തുടങ്ങും. നരേന്ദ്രമോദി എത്തിയത് വനിതാ സംഗമത്തിനാണെങ്കിലും മഹിളാ മോർച്ച നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ച രീതികൾ, അദ്ദേഹം ഒരു ഗ്യാരണ്ടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്നതിന് തുടക്കം കുറിക്കുകയാണ് കേരളം. കേരളത്തിൽ നിന്നും അദ്ദേഹം താമര വിരിയിക്കുമെന്നുള്ളതിൻ്റെ ആദ്യ ഫലസൂചനകളാണത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രസംഗത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ സ്വർണ്ണക്കടത്ത് നടന്ന ഓഫീസ് ആരുടേതാണ് എന്നതടക്കം ഒരു രാഷ്ട്രീയ സൂചന ആ വനിതാ സംഗമ വേദിയിൽ വെച്ച് നരേന്ദ്രമോദി നൽകിയത്. നരേന്ദ്രമോദി ഇങ്ങനെ മടയിൽ ചെന്ന് വെടിവെക്കുന്ന രീതിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എവിടെയാണോ പരാജയപ്പെട്ട് കിടക്കുന്നത്, എവിടെയാണോ വലിയ സിംഹങ്ങൾ വാഴുന്നത്, ആ സിംഹത്തിൻ്റെ മടയിൽ ചെന്ന് വെടിവെക്കുന്ന രീതി, ആ രീതിയാണ് മോദി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് ഇന്ന് വരെ ഒരു സീറ്റ് പോലും നേടിയെടുക്കാൻ കഴിയാതായി പോയ BJPക്ക് എന്തിൻ്റെ പേരിലാണോ നഷ്ടപ്പെടുന്നത് അതിനെയൊക്കെ തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്, ആരുടെ മടയാണോ ഇത്, ആ മടയിലെത്തി അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കാണിക്കുന്നത്. ആ വ്യക്തിപ്രഭാവത്തിൽ തൃശ്ശൂരിലെ ജനങ്ങളടക്കം, കേരളത്തിലെ ജനങ്ങളടക്കം മോദിയോട് കടപ്പെട്ടിരിക്കുന്നു. മോദി പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം ഒരേ ഒരു ഗ്യാരണ്ടി പറയുന്നു, മോദിയുടെ ഗ്യാരണ്ടി. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനം അതുണ്ടാക്കിയെടുക്കുന്നതിന് BJP നേതൃത്വം തയ്യാറാകുമെന്നാണ്. 2014 മുതൽ ഇങ്ങോട്ട് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ മോദി നടത്തി വന്ന പല പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ളതായിരുന്നു. അത് ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം സൗജന്യ ഗ്യാസ് കണക്ഷൻ ആണെങ്കിലും, ശൗചാലയ നിർമ്മാണമാണെങ്കിലും, എന്തിന് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള കാര്യങ്ങളിലും, ആധാർ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളിലും എന്നുവേണ്ട ഒരു വ്യക്തിക്ക് എന്താണോ ആവശ്യം അത് നൽകുന്നതിന് ഒരു സർക്കാർ സജ്ജമാണ് എന്ന് അറിയിക്കുകയാണ് നരേന്ദ്രമോദി. അത് 2014 മുതൽ അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നു. ആ മോദി സർക്കാരിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ മോദി സർക്കാരിൽ, അല്ലെങ്കിൽ ആ നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന വ്യക്തികളിൽ ആകൃഷ്ടരായിക്കൊണ്ടാണ് ജനങ്ങൾ ഒഴുകിയെത്തുന്നത്. നേതാക്കളാകാൻ കഴിവുള്ളവർ, പ്രാപ്തരായവർ, അല്ലെങ്കിൽ പൊതുസമൂഹം അംഗീകരിച്ച വ്യക്തിത്വങ്ങൾ BJPയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇപ്പോൾ തന്നെ ഈ മേജർ രവിയുമായി ബന്ധപ്പെട്ടിട്ട് മോദി സർക്കാർ ജയിക്കുമോ എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട, ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ്. കാരണം മോദി സർക്കാർ തന്നെയായിരിക്കും 2024 വരിക. മോദി സർക്കാരിനെ എതിർത്തുകൊണ്ട് കേരള സർക്കാർ എന്തു പറഞ്ഞിരുന്നാലും അത് നമ്മുടെ ഈ വാളയാർ ചെക്ക് പോയിന്റ് പോലെയുള്ള കേരള അതിർത്തി വരെ മാത്രമായിരിക്കും അതിൻ്റെ ആയുസ് എന്ന് പറയപ്പെടുന്നത്. കാരണം കേരളത്തിന് പുറത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്ന് പറയപ്പെടുന്നത് പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട്, അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുക. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന റോഡുകൾ, ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന റോഡുകളൊക്കെ ന്യൂയോർക്കിൽ ഉള്ളതിനേക്കാൾ ബഹുക്ഷേമമാണ് എന്നും മികച്ചതാണ് എന്നും പറഞ്ഞു. ഇത് കേരള മുഖ്യമന്ത്രി അവകാശപ്പെടുന്നതാണ്. പക്ഷേ ഈ റൂട്ടിൽ 4 വരി പാത മാത്രമാണ് ഉള്ളത് എന്ന് മറന്നു പോകരുത്. UP, ബീഹാർ എന്നിവിടങ്ങളിലൂടെ സംസ്ഥാനത്തിന് പുറത്തേക്ക് നമ്മളൊന്ന് യാത്ര ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ അരുണാചൽ പ്രദേശ്,
ഡെറാഡൂൺ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ, ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ ജമ്മുവിലേക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിരവധി സ്ഥലങ്ങളിലേക്ക് 6 വരി പാതകളിലുണ്ട്. ആ 6 വരി പാതകളിലൊന്ന് ഉപയോഗിച്ച് നോക്കുക. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണത എന്ന് പറയപ്പെടുന്നത്. കൂടാതെ ഇന്ത്യൻ പാസ്പോർട്ടുകൾ അടക്കം വിദേശത്ത് എത്രമാത്രം ബഹുമാനിക്കപ്പെടുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന്, അത് വളരെ പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഓരോ ഇന്ത്യക്കാരനും തങ്ങളുടെ രാജ്യത്തിൻ്റെ പുരോഗതിയിലും ഒപ്പം തന്നെ വികാസത്തിലും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. മറുവശത്ത് പ്രതിപക്ഷമാകട്ടെ എന്താ ചെയ്യുന്നത്? ഒരു പതിറ്റാണ്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ കൊള്ളയടി. ആ കൊള്ളയടിക്കാൻ അവരെ അനുവദിച്ചുകൊണ്ട് പിന്തുണ കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ പിന്തുണ നേടാനും അധികാരം പിടിച്ചെടുക്കുവാനും അല്ലെങ്കിൽ വീണ്ടെടുക്കുവാനും വിമർശിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടത്. അതായത് കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് തന്നെ, ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥയേക്കാൾ കപടമായിട്ടുള്ള വ്യവസ്ഥയിലാണ് ഒരൊറ്റ മനുഷ്യൻ ചുമതല വഹിക്കുന്നത് എന്ന് നമുക്ക് കാണേണ്ടി വരും. അത് വളരെ വ്യക്തമാണ്. കേരളത്തിലെ സ്ഥിതിവിശേഷം അതാണ്. കേരളത്തിൽ നടക്കുന്നത് തങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള തത്വങ്ങൾക്ക്, ആ ധാർമ്മിക തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സമ്മതിക്കുക തന്നെ ചെയ്യും. അതിൽ മാറ്റമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പണ്ട് ചില നൈതികതകൾ അതുണ്ടായിരുന്നു. ആ നൈതികതയാണ് ഇല്ലാതായിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു വൺ മാൻ ഷോ മാത്രമായി മാറുകയാണ്. അതിൽ കൂടുതലൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളത്. കാരണം പിണറായി വിജയൻ മാത്രം നടത്തുന്ന ഒരു ഭരണകക്ഷിയുടെ ഭരണത്തെ പ്രതിപക്ഷം പോലും പലപ്പോഴും രൂക്ഷമായി വിമർശിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷം ദുർബലമായിരിക്കുകയാണ്. ഭരണപക്ഷത്തിന് ഇഷ്ടമുള്ളത് തന്നെ ചെയ്യാം, ഇഷ്ടമുള്ളത് എന്ത് വേണോ ചെയ്യാൻ കഴിയുന്ന തരം ഇഷ്ടാനുസരണം പെരുമാറുകയും ഇഷ്ടാനുസരണം ചെയ്യുകയും എന്ത് പ്രവൃത്തിയും ചെയ്യുന്ന തരത്തിലേക്കായി. ഇവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അപര്യാപ്തമാണ് എന്ന് പറയേണ്ടി വരും. കേരളത്തിൽ BJP ഇപ്പോൾ ഏകദേശം 5 സീറ്റുകൾ ലക്ഷ്യമിടുന്നു. അതിൽ 2 സീറ്റുകളെങ്കിലും ഉറപ്പായും നേടുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഈ ബൂത്ത് തലം മുതൽ വളരെ കൃത്യമായ വ്യവസ്ഥിതി നിലനിർത്തിക്കൊണ്ട് നല്ല ആസൂത്രണത്തോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് BJP മുന്നോട്ട് പോകുന്നത് എന്നുകൂടി പറയേണ്ടി വരും. നിരവധി ആളുകളുടെ പരാതികൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ നിത്യേന പലപ്പോഴും കൈകാര്യം ചെയ്യപ്പെടുന്ന വലിയ വ്യക്തിത്വങ്ങളുണ്ട്. ആ വ്യക്തിത്വങ്ങളൊക്കെ പലപ്പോഴും അവർക്ക് അതിനു വേണ്ടിയിട്ടൊരു രാഷ്ട്രീയപരമായിട്ട് മുന്നോട്ടിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെയെല്ലാം കൃത്യമായിട്ട് ഏകോപിപ്പിക്കുവാൻ, അതിനെല്ലാം കൃത്യമായി പരിഹാരം കാണണമെങ്കിലൊക്കെ അധികാരത്തിലുള്ളവരുടെ കൂടി സഹായം അതിനകത്ത് ആവശ്യമേണ്ടി വരും. അങ്ങനെ അവരുടെ അധികാരത്തിലുള്ളവരുടെ സഹായം കൂടി വേണ്ട സാഹചര്യമുള്ളപ്പോഴാണ് എല്ലാവരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് ശ്രമിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം അതാണ്. ദില്ലിയിലെ BJP നേതൃത്വം പല പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നത് തന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയെന്ന് ഈ മേജർ രവി അടക്കമുള്ളവർ പറയുന്നുണ്ട്. നേരത്തെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയൊക്കെ വേദികളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നും, എന്നാൽ ഒരു പാർട്ടിയിലും ഔദ്യോഗികമായിട്ട് പദവികൾ വഹിച്ചിട്ടില്ല എന്നും കൈകാര്യം ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പല സ്ഥലത്തിൽ പല പാർട്ടികളിൽ ചേർന്നതായിട്ടൊക്കെ പല വാർത്തകൾ, പ്രചാരണങ്ങളൊക്കെ ഈ പല പാർട്ടിക്കാരും നടത്തുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പരക്കുന്ന വാർത്തകളൊക്കെ, പ്രചാരണങ്ങളൊക്കെ തെറ്റാണെന്നും അതിനെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ സ്ഥാനമെന്നും ഇദ്ദേഹത്തിന് ലഭിച്ച ആ പദവിയെന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയോടെ സാധാരണക്കാർക്കായിട്ട് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. അങ്ങനെ തീരുമാനമെടുക്കുന്നവരാണ് പലപ്പോഴും ഈ BJP-യിലേക്ക് എത്തപ്പെടുന്നത്. BJP എല്ലാ കാലത്തും ദേശീയതയാണ് പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ CPM പിന്തുണയ്ക്കുന്നത് പക്ഷേ ചൈനയാണെന്ന് മാത്രം. സ്കൂൾ കാലത്ത് ശാഖാപ്രവർത്തനങ്ങളിൽ അടക്കം ഏർപ്പെട്ടിരുന്നവരാണ് ഇപ്പോൾ BJP-യിലേക്ക് പ്രവർത്തനവുമായി എത്തപ്പെടുന്നത്. ABVP ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് KSUവിൽ പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും മേജർ രവി അടക്കം പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് സാഹചര്യങ്ങളൊക്കെ മാറ്റം വന്നിരിക്കുന്നു. ABVP രാജ്യത്തിൻ്റെ അഭിമാനമായിട്ട് മാറിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ അഭിമാനം ലോകത്തിന് മുന്നിൽ കൂടുതലായി കൊണ്ടുവരുവാനും ഉയർത്തിക്കാണിക്കുവാനും ഒരു വലിയ നേതാവിനെയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് പറയാൻ കഴിയും. അത് നരേന്ദ്രമോദിയാണ്. അങ്ങനെ പ്രധാനമന്ത്രി ഏതൊരു രാജ്യം സന്ദർശിക്കുമ്പോഴും വലിയ ആരാധനയോടുകൂടിയാണ് എല്ലാവരും അദ്ദേഹത്തെ കാണുന്നത് എന്നും ആ കാഴ്ചകൾ തന്നെയാണ് വലിയ അഭിമാനമെന്നും പറയേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ അംഗമാകാൻ കഴിയുന്നത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നവരാണ് പലരും. എന്തിനാണ് മടിക്കുന്നത് എന്നാണ് പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് BJP-യിലേക്ക് എത്തപ്പെടുന്നു. പാർട്ടിയിൽ നിന്നൊന്നും ലഭിക്കണമെന്ന് ലക്ഷ്യമിട്ടിട്ടെത്തുന്നവരല്ല. രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം കൈ ചേർന്ന് പിടിക്കുക,
ആ കൈ ചേർക്കുക മാത്രമാണ് പലപ്പോഴും ഇങ്ങനെ എത്തപ്പെടുന്നവരുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നു. മറ്റു ലക്ഷ്യങ്ങളില്ല, വലിയ മാർഗങ്ങൾ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ വലിയ പ്രശസ്തരായിട്ടുള്ള സംവിധായകനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അധികാര പദവികളിലേക്ക് എത്തണമെന്നോ ആർക്കും താല്പര്യമില്ല. പക്ഷെ പകരം പലരും, അത് സിനിമാ സംവിധായകരാകട്ടെ, സിനിമാ നടന്മാരാകട്ടെ, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരാകട്ടെ, സാഹിത്യകാരന്മാരാകട്ടെ, എന്തിന് നമ്മുടെ ക്രിസ്ത്യൻ സഭകളിലെ അച്ഛന്മാർ വരെ BJPയിലേക്ക് അംഗത്വമെടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സമ്പൂർണ്ണ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാനത്തെ നാളുകളാണിത്. ചിലപ്പോൾ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ അവസാനത്തെ തുരുമ്പ്, കച്ചിത്തുരുമ്പ് കമ്മ്യൂണിസ്റ്റിൻ്റെ, അത് കേരളമാണ്. ആ കച്ചിത്തുരുമ്പ് കൂടി ഇല്ലാതാകാൻ പോകുന്നു. അതിൻ്റെ അവസാനത്തെ യാത്രയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനോടുകൂടി ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ ഇല്ലാതായേക്കാം. പിണറായി വിജയൻ തന്നെയായിരിക്കും ചിലപ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി. കാരണം ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല. ഇതോടുകൂടി ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ ഈ മണ്ണിൽ അലിഞ്ഞില്ലാതായേക്കാം. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ വലിയ ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ വലിയൊരു സ്ലോഗൻ ഉണ്ടാകുന്നു. അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തപ്പെടുന്നു. ഇന്ത്യയുടെ ഭൂപടമെന്ന് എടുത്തു നോക്കിയാൽ എവിടെയൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പതാക പാറിക്കളിക്കുന്നതെന്ന് കാണാം. എന്നാൽ എവിടെയൊക്കെയാണ് കാവ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്നും കാണാം. അങ്ങനെ BJP എന്താണോ സ്വപ്നം കണ്ടത് അത് വളരെ കൃത്യമായി നടപ്പിലാക്കുന്നതിൻ്റെ സൂചനകളാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും കോൺഗ്രസ്സുകാരെയും പാടെ അടിച്ചിറക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. ഇനി ഇവിടെ BJP മാത്രമാകുന്ന ഒരു സ്ഥിതിവിശേഷം, അതിലേക്കാണ് എത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രശസ്തരും പ്രഗത്ഭരും സാഹിത്യകാരന്മാരും എന്നുവേണ്ട സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലുള്ളവർ പലരും BJPയിലേക്ക് ചേക്കേറുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം പ്രശസ്തമായ പലരും എന്തുകൊണ്ടാണ് ഈ BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിലേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൽ അധിഷ്ഠിതമാണ് അതിൻ്റെ ഉത്തരമെന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വളരെ കൃത്യമായി നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലും അദ്ദേഹം മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്നത് വളരെ കൃത്യമാണ്. അത് കേരളത്തിലും താമര വിരിയിക്കും എന്നുള്ളതിൻ്റെ സൂചനകളാണ്. ഇവിടെ അങ്ങനെ താമര വിരിയുമ്പോൾ തകർന്നു പോകുന്നത് കോൺഗ്രസും ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായിരിക്കും. അതുകൊണ്ട് മോദി നടത്തുന്ന മായാജാലത്തിലേക്കാണ് എല്ലാ തരത്തിലുമുള്ള വ്യക്തികളും അലിഞ്ഞു ചേരുന്നത് എന്നുള്ളതാണ് BJPയിലേക്കുള്ള ഈ ആൾക്കൂട്ടം, അല്ലെങ്കിൽ BJPയിലേക്കുള്ള ഈ യാത്ര, BJPയിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നത് എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഇത് എന്ന് പറഞ്ഞു വയ്ക്കാം.